സാലീസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നാട്ടിലെന്ന് നേരത്തെ പറഞ്ഞില്ലേ, മഴ എന്ന് പറഞ്ഞ പൂര മഴ. അതങ്ങനെ നടക്കട്ടെ കേട്ടോ. ഇന്നിത് ചക്കയിടാണ്. എൻ്റെ വീട്ടിൽ പോയേക്കാണ് കേട്ടോ ഞാൻ. അപ്പോൾ എനിക്കല്ല, ഇതെൻ്റെ താഴെയുള്ള ആൾക്കാണ് ഇപ്പോൾ ഈ ചക്ക ആവശ്യപ്പെട്ട് വന്നേക്കണം. കഴിഞ്ഞ വർഷം ഈ പ്ലാവിൽ 2 ചക്ക ഉണ്ടാവുള്ളൂ. ഇപ്രാവശ്യം 5-6 ചക്കയുണ്ട്. ഈ ചക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമാണ്. ഒരു 2-3 ചക്കയുടെയൊക്കെ വലിപ്പമുണ്ടാവും. നല്ല കറി വയ്ക്കാൻ അടിപൊളിയാണ്. പക്ഷേ പഴുത്ത അത്രയ്ക്കും അങ്ങോട്ട് ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചക്ക ഭംഗിയായ രൂപത്തിൽ താഴെ വന്ന് ലാൻഡ് ചെയ്തു. പണ്ടൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മുകളിൽ കയറി കെട്ടി ഇറക്കി തരാനൊക്കെ ആയിട്ട് ആൾക്കാരുണ്ട്. താഴെ വീണ ചക്കേനെ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അതിനെ പിന്നെയും 2ആയിട്ട് കട്ട് ചെയ്തു. ഇനിയിപ്പം ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് ഇത് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് എത്തിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ഓരോരുത്തരും എത്തിച്ചു. അതുകൊണ്ട് പേപ്പറിൽ പൊതിഞ്ഞ കാരണം അതിന് നിങ്ങളെന്താ പറയണത്, വെളിഞ്ഞീന അതിൻ്റെ അരക്കെന്നൊക്കെ പറഞ്ഞ സാധനം അതിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതെന്താണെന്നറിയാമോ, ചക്ക തിന്നാൻ പറ്റാണ്ടിരിക്കുന്ന എല്ലാവരെയൊക്കെ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് പക്ഷേ പഴുത്തതല്ല കേട്ടോ, ഇത് പച്ചയാണ്. ഇത് കറി വെക്കാനേ പറ്റുള്ളൂ, വറുക്കാനും ഇത് കൊള്ളില്ല, കാരണം ദശക്കട്ടി കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് കറി വെക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടോ, കാരണം നമുക്ക് പഴുത്ത ചക്കയും തിന്നണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം ഈ പ്ലാവ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ്. കഴിഞ്ഞ പ്രാവശ്യം വലിയ ചക്ക ഉണ്ടായില്ല, ഇപ്രാവശ്യം അങ്ങ് ഒരുപാട് ചക്കയുണ്ട്. പക്ഷേ ഉള്ള ചക്കകൾ ചെറിയ ചെറിയ ചക്കകളാണ്. പക്ഷേ ഇതിൻ്റെ ചക്ക പഴുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, തേൻവരിക്ക ചക്കയാണ്. സൂപ്പറാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ അതീവ സൂപ്പർ. അപ്പോൾ അവിടെ നിന്നും കിട്ടാവുന്നത് 2-3 വലിച്ച് ചാടിച്ച് അടുത്ത് നിന്ന് കപ്പയുടെ തണ്ടും കറിവേപ്പിൻ്റെ തയ്യും ഒക്കെ നശിപ്പിച്ച് പുള്ളി താഴെ ചാടിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും നമുക്ക് ഈ പഴയ പോലെയൊന്നും കെട്ടിയിറക്കാനോ അങ്ങനെയൊന്നും ആൾക്കാരെ ഒന്നും കിട്ടില്ല, ആരും ഒട്ട് വരയില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇനി തോട്ടി വെച്ച് വലിച്ച് താഴേക്കിടും. എന്തായാലും നമുക്ക് ആവശ്യം നടന്നേച്ചാൽ മതിയല്ലോ. എന്തായാലും ആവശ്യത്തിനുള്ളത് കിട്ടി. അതിനെ അവിടെ നിന്ന് പാക്ക് ചെയ്തു. ഇത് ഒരു 1-1.5 മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ട് ഈ 2 സ്ഥലമായിട്ട്. ആദ്യം എടുത്ത ചക്കയും ഈ രണ്ടാമത്തെ എടുത്ത് കാണിച്ച ചക്കയായിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ അത്രയും ഗ്യാപ്പുണ്ട്, അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എനിവേ ഇവിടെ നിന്നുള്ള ചക്കയും നമ്മൾ കെട്ടിപ്പോയിഞ്ഞ് ബാക്കിയുള്ള ചക്ക പതുക്കെ പാകയച്ചാൽ മതി. ഞങ്ങൾ പോണവരേക്കും ഞങ്ങൾക്ക് കഴിക്കണം. വെച്ചും വറുത്തും പഴിപ്പിച്ചൊക്കെ ആയിട്ട് തിന്നണം എന്നുള്ളൊരാഗ്രഹത്തിലിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ കുടുംബ വീടാണ് കേട്ടോ. ഇത് കുടുംബ വീടിൻ്റെ ഒരു വശമാണ്. അപ്പോൾ ബാക്കിയുള്ള കുടുംബ വീടിൻ്റെ തറവാടിൻ്റെ കാര്യങ്ങളും അവിടെ നടത്തിയേക്കണം. കുറച്ച് ഈ നമ്മുടെ കൈതച്ചക്ക എന്ന് പറയില്ല, അണ്ണാറാന്ന് ചിലർ പറയും, ആ കൃഷിയാണ് ഇപ്പോൾ ചെയ്തേക്കണത്. അതായത് ഞങ്ങളുടെ 200 വർഷത്തിന് കൂടുതൽ പഴക്കമുള്ളൊരു തറവാടായിരുന്നു എൻ്റെ എല്ലാം എന്നെ കെട്ടിച്ചുവിട്ട വീട്ടിൽ, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അപ്പോൾ ആ തറവാട് പഴകിയത് കൊണ്ട് അത് ഇടിഞ്ഞു പോയി. ഒരു വശം ഇടിഞ്ഞപ്പോൾ കംപ്ലീറ്റ് പിന്നെ അതങ്ങ് ഇടിഞ്ഞു പോയി. അപ്പോൾ ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ അണ്ണാര വെച്ചേക്കണത്. ഈ അണ്ണാര എന്ന് പറയുന്നത് തറവാടെന്ന് പറയുന്നത് കിട്ടിയേക്കണത് 5 ആൺപിള്ളേരാണ് ഇവരുടെ വീട്ടിൽ. അപ്പോൾ അതിൻ്റെ തേളയാക്കാണ്. ആ ആൾ സ്ഥലത്തിലെ ആൾ UK ആയതുകൊണ്ട് ഇപ്പം ഷാർജയിൽ നിന്നും ദുബായിൽ നിന്ന് അബുദാബിയിൽ നിന്നൊക്കെ തിരിച്ച് നാട്ടിൽ വന്നേക്കണം അവരാണ്. അതായത് ആ ചേട്ടന്മാരാണ് ഇതിൻ്റെ കാര്യങ്ങളും അവിടെ കൃഷി ഇറക്കുന്നതും ഒക്കെ ചെയ്യണത്. ഈ വീഡിയോ ഞാനിങ്ങനെ കാണിച്ചു വെച്ചിരിക്കുമ്പോൾ അതായത് കണ്ടത് പിന്നിൽ റബ്ബർ തോട്ടം കണ്ട, അത് ഞങ്ങളുടെ ഇതിൽ പെട്ടതാണ് കേട്ടോ. അത് റബ്ബർ വെട്ടാറൊന്നും ആയിട്ടില്ല, ജസ്റ്റ് വെച്ച് ഇങ്ങനെ അങ്ങ് ചെറിയ മരങ്ങളായിട്ട് മാറിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ ഒരു വാട്ടർ ടാങ്ക് കാണാം, അല്ലെങ്കിൽ ഒരു കിണർ കാണാം. അതൊക്കെ ഈ ഇത്രയും വർഷം പഴക്കമുള്ള ആ വീടിൻ്റെ ബാക്കി ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നിർത്തിയേക്കുന്നതാണ്. അവിടുത്തെ വെള്ളമാണ് പ്രത്യേകിച്ചും പറയുന്നത്. ഈ കിണർ കണ്ട് പാറയാണത് മുഴുവൻ. ഒരിക്കലും ഈ കിണറിൽ വെള്ളം പറ്റില്ല. ഇപ്പോഴും നല്ല കണ്ണീര് പോലെയാണ് അതിൻ്റെ വെള്ളം കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെക്കലുണ്ട്. 2 പ്ലാന്റ് ഉണ്ട്, അത് മരമുണ്ട്, അത് വെട്ടിക്കളയാനുണ്ട്. ഇത് അനിയനും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി തറവാട് വീട്ടിൽ പോയേക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു വാട്ടർ ടാങ്ക് അവിടെ ഉണ്ട്, അത് അകലെ കാണാം. ആ വാട്ടർ ടാങ്കിനോട് ചേർന്നായിരുന്നു വീട്. അവിടെ എല്ലാം ഇച്ചിരി പൊക്കം പോലെ ആയിരുന്നു. അതെല്ലാം നിരത്തിയിട്ട് പുള്ളിക്കാരൻ്റെ വീതത്തിൽ മാത്രമായിട്ട് ഇത് വെച്ചു. ഈ കൈത എന്ന് പറയുന്നത്, കൈതച്ചക്ക നമ്മുടെ പൈനാപ്പിൾ കിട്ടൂലേ, ആ പൈനാപ്പിൾ വെച്ച് നമ്മളെല്ലാം കൃഷി ചെയ്തേക്കണം, വേറെ ആൾക്കാർക്ക് കൊടുത്തേക്കണതാണ്. നമ്മൾ ജനിച്ച വീട് എന്ന് പറയുന്നത്, അതിനോട് നമുക്ക് ആ മണ്ണിനോടും ആ വീടിനോടുമൊക്കെ നമുക്കൊരു പ്രത്യേക മമതയല്ലേ. നമ്മളുടെ ബാല്യകാലങ്ങളും നമ്മളുടെ ആ നല്ല നല്ല ഓർമ്മകളും ഒക്കെ ആ വീടും പരിസരവും അതിൻ്റെ അടുത്തുള്ള ആൾക്കാരും പിള്ളേരും അയൽവക്കക്കാരും ഒക്കെ ആയിട്ടല്ലേ. അപ്പോൾ നമ്മൾ ആ ഓർമ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് മനസ്സിൽ ഭയങ്കര കുളിർമ തന്നതാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ കുറിച്ച് അവിടെ ഇരുന്ന് പറയായിരുന്നു. നാട്ടിൽ മഴയും വെയിലും ഒക്കെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കാരണം എന്തായാലും വെളിയിൽ പോകണ വഴിക്കൊക്കെ ഇച്ചിരി തലയിൽ വെള്ളമൊക്കെ വീഴും. അതൊക്കെ മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ അങ്ങ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു റംബൂട്ടാൻ ഞാൻ കാണിച്ചു തരാം. വാർന്ന് വീണ് ആയി വരണേ ഉള്ളൂ കായകൾ.
അതെ ഞങ്ങളുടെ മുളന്തുരുത്തിയിലുള്ള അനിയൻ്റെ വീടെത്തി. അവിടെ നിന്ന് എത്തിയപ്പോഴേക്കും അനിയൻ ചക്കയൊക്കെ വെട്ടി. ഇത് പഴുത്ത ചക്കയാട്ടോ, തേൻ വരിക്ക ചക്കയാണ്. വേണ്ടവരെല്ലാം ഇതിൽ നിന്ന് എടുത്തോ. പെട്ടെന്ന് എടുത്താൽ ഇത്രയും ചുളകളുള്ളൂ. ആവശ്യക്കാർ വേഗം എടുത്തോളണം കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ ചക്ക ആഘോഷമായിട്ട് കൊതിമതിയാവണം പറഞ്ഞ ഇഷ്ടം പോലെ തിന്നിട്ടുണ്ട്. നിങ്ങളും തിന്നുമെന്ന് വിചാരിക്കണം. പിന്നെ ഇട്ടയിൽ 2 പച്ചച്ചക്കയാണ്. അത് നമ്മൾ കറി വെക്കാനായിട്ടുള്ള ഉദ്ദേശത്തിലാണ്. അതും കട്ട് ചെയ്ത് നമ്മൾ ഇതൊക്കെ തിരിച്ചിട്ട് പാക്കറ്റിലിട്ടിട്ട് എല്ലാവർക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് നമ്മളിങ്ങോട്ട് പോകും. ഞാനിതൊക്കെ ഷൂട്ട് ചെയ്തപ്പോഴേ ഇങ്ങനൊരു സംഭവം കൂടി എൻ്റെ കൺമുമ്പിൽ വന്ന് പെട്ടു. ജാതിപത്രിയും ജാതിക്കയും എടുത്ത് വെച്ചേക്കുന്നതാണ്. ഒരു 3-4 ജാതി ഉണ്ട് അവരുടെ വീട്ടിൽ. അത് മുഴുവൻ കൈകാര്യം ചെയ്യണത് അനീതിയാണ്, അതിൻ്റെ വരുമാനം ഉൾപ്പെടെ. ചായക്ക് 2 കവർ പാൽ മേടിക്കാൻ കിട്ടിയാൽ അത് വലിയൊരു കാര്യമല്ലേ. നമ്മൾ ജോലി ചെയ്തുണ്ടാക്കണേന് അതൊരു വില കൂടുതലല്ലേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അതൊക്കെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.